2/7/2015 ജൂലൈ മാസം 2-ാം തീയതി 2015 ശ്രീ MK മുനീർ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി 3.5 രൂപ കർണാടക മിനിഞ്ഞാന്ന് കൂട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു കാര്യമായ ഒരു പത്രത്തിൽ അവരിങ്ങനെ കാര്യമായിട്ട് വരുന്നുണ്ട്. 3.5 രൂപ സെസ്. ഈ സംശയം നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ അന്ന് ഇതൊക്കെ ചെയ്ത അബ്രഹാം സാർ ഇപ്പൊ നിങ്ങളുടെ കൂടെയാണല്ലോ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ. കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ 3 നോട്ടുമായി 3 അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത്. സാർ, ഈ 10 മാസം കൂടെ കഴിഞ്ഞ് ആകെ 18 മാസം ആവുമ്പോൾ ഒരു കുടിശ്ശികയും തീർത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് പെൻഷൻ കൊടുത്തില്ല. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസം കൊടുക്കും. ഈ കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കും, യാതൊരു സംശയമില്ല. അത് പറഞ്ഞാൽ LDF പറഞ്ഞാൽ ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോവല്ല. പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി, എന്നിട്ടും മദ്യത്തിന്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി, എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല. സാർ, വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ക്ഷേമനിധി പെൻഷന്റെ സ്ഥിതി എന്താണ് സാർ? ക്ഷേമനിധി പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 കൊല്ലമായി സാർ. 13 മാസം സാർ, 13 മാസമായി. അത് അംശാദായം വഴി 46 കോടിയും സെസ് ഇനത്തിൽ 370 കോടി രൂപയും പിരിച്ചു കഴിഞ്ഞു സർക്കാർ. അത് സർക്കാരിന്റെ കയ്യിലുണ്ട്. എന്നിട്ടാണ് 1 കൊല്ലമായിട്ട് കുടിശ്ശികയാണ് സാർ. സാർ, അത് മാത്രമല്ല, ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ആഭരണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. കശുവണ്ടി തൊഴിലാളി പെൻഷൻ 6 മാസമായി കുടിശ്ശികയാണ് സാർ. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ് സാർ. തോട്ടം തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ പെൻഷൻ അത് കുടിശ്ശികയാണ് സാർ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 5 മാസമായി കുടിശ്ശികയാണ്. ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് 1 കൊല്ലമായി കുടിശ്ശികയാണ് സാർ. ഖാദി തൊഴിലാളി ക്ഷേമനിധി 5 മാസമായി കുടിശ്ശികയാണ്. കയർ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശികയാണ്. റേഷൻ തൊഴിലാളി കുടിശ്ശികയാണ്. വ്യാപാരി ക്ഷേമ ബോർഡ് കുടിശ്ശികയാണ് സാർ. സാർ, ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ അല്ല സാർ. ഇത് അംശാദായം അങ്ങോട്ട് അടയ്ക്കാണ് സാർ. ഇവർക്ക് ചികിത്സാ സഹായം കിട്ടിയിട്ട് 1 കൊല്ലമായി സാർ. 1 കൊല്ലമായി. പ്രസവ സഹായം കിട്ടിയിട്ട്, വിദ്യാഭ്യാസ സഹായം സാർ. ഒരു കോഴ്സിൽ ചേർന്ന കുട്ടിക്ക് 1 കൊല്ലം കഴിഞ്ഞ് ഇത് കിട്ടിയാൽ ഇതിന്റെ വിദ്യാഭ്യാസ സഹായം കിട്ടിയിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ സാർ? അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം അംശാദായം അങ്ങോട്ട് പിരിച്ചിട്ട് പോലും ഇവർക്ക് കിട്ടുന്നില്ല സാർ. സാർ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് 2-3 പെൻഷൻ അർഹതയുണ്ടായിരുന്നു ഒരാൾക്ക്. ഒരു കശുവണ്ടി തൊഴിലാളി അമ്മക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമായിരുന്നു. മുമ്പ് 65 ആയിരുന്നു. ഉമ്മൻചാണ്ടിയാണത് 60 ചുരുക്കിയത്. ആ അമ്മ വിധവയാണെങ്കിൽ അവർക്ക് വിധവ പെൻഷൻ കിട്ടുമായിരുന്നു. അവർക്ക് കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ക്ഷേമ പെൻഷനും കിട്ടുമായിരുന്നു സാർ. ഈ 19 തോമസ് ഐസക് ഒരു ഉത്തരവിറക്കിയിട്ട് ഒറ്റ പെൻഷൻ ആക്കി സാർ. അപ്പോ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായ ഒരാൾക്ക് സാമൂഹ്യ പെൻഷൻ ഇപ്പൊ കിട്ടത്തില്ല സാർ. അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം. 1 കൊല്ലമായി അവർക്ക് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയും കിട്ടുന്നില്ല. അപ്പൊ കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യ പെൻഷൻ ഇല്ലാതെയായി. പിന്നെ അവർക്ക് ആകെ കൊടുത്തോണ്ടിരുന്ന നിർമ്മാണ പെൻഷൻ കുടിശ്ശികയാണ്. അപ്പൊ ഫലത്തിൽ 2 പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോ 1 പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാർ. സാർ, അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നറിയാൻ സാർ, ഈ 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും 2 ദിവസത്തെ സെക്രട്ടേറിയറ്റ് ഒന്നും വേണ്ട സാർ. ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വരും സാർ. സാർ, അതുകൊണ്ട് ഇവിടെ നിർമ്മാണ തൊഴിലാളിക്ക്, കശുവണ്ടി തൊഴിലാളിക്ക് കൊടുക്കാൻ ക്ഷേമ പെൻഷൻ, അംശാദായം അടച്ച പെൻഷൻ കൊടുക്കാൻ പൈസയില്ല സാർ. ഇവിടെ നവകേരള സദസ്സിന് പൈസയുണ്ട്, കേരളീയത്തിന് പണമുണ്ട്. മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവൻ ഇന്നാ പൈസ കിട്ടണം. അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അതുകൊണ്ട് കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ, ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക സാർ. അതുകൊണ്ട് സാർ, 2 പെൻഷൻ. അങ്ങ് ധനകാര്യമന്ത്രിയാണ്, അങ്ങ് മുമ്പ് MP ആയിരുന്നു. നാളെ അങ്ങ് MLA ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല, ആകട്ടെ. ഇനി എങ്ങാനും ആകാതിരുന്നാൽ അങ്ങക്ക് 2 പെൻഷൻ കിട്ടും. നമ്മുടെ തോമസ് മാഷിന് 3 പെൻഷൻ കിട്ടും. കോളേജ് പ്രൊഫസർ പെൻഷൻ കിട്ടും, MP പെൻഷൻ കിട്ടും, MLA പെൻഷൻ കിട്ടും. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ 1600 രൂപയുടെ പെൻഷൻ സാർ. അവൻ 1 പെൻഷൻ കൂടെ വാങ്ങിച്ചാൽ എന്താ സാർ കുഴപ്പം? കിട്ടിക്കൊണ്ടിരുന്നല്ലേ സാർ, കിട്ടിക്കൊണ്ടിരുന്നല്ലേ? ആ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അവർക്ക് ഇല്ലാതാക്കിയാണ് സാർ. സാർ, ഇവിടെ അത് മാത്രമാണ്, ആശ്വാസ കിരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് സാർ.
ആശ്വാസകിരണം 600 രൂപയാണ് 600 രൂപയാണ്. ഈ അതായത് കിടപ്പ് രോഗികളെ അവരെ കൂടെയുള്ളവരെ ചികിത്സിക്കുന്ന കൂടെ നിന്ന് സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് സാർ. ഞാൻ അവസാനിപ്പിക്കാം. ആ പെൻഷൻ ഒരു കൊല്ലമായിട്ട് കുടിശ്ശികയാണ് സാർ. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുണ്ട് സാർ. മുനീർ സാഹിബിയുടെ ഉണ്ട്, ശ്രുതിതരംഗം, ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു. അവരെ മെയിൻ്റനൻസിന് പൈസ കൊടുക്കാത്ത കാരണം കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടും നഷ്ടമാണ് സാർ. കൈകൂപ്പി പറയാണ് സാർ, ആ പൈസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ സാർ കുടിശ്ശിക അതൊന്നും വെക്കരുത് സാർ. നിങ്ങൾക്ക് ഞാനൊന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സാർ. നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ സാർ. അതുകൊണ്ട് സാർ അങ്ങ് പറഞ്ഞു 34, ഞങ്ങൾ 50 ലക്ഷം ആക്കിയെന്ന്. സാർ അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് 16 ലക്ഷമായിരുന്നു പെൻഷൻ. ഉമ്മൻചാണ്ടി പോകുമ്പോൾ അത് 34 ആക്കി. അതിന്റെ അർത്ഥം ഇരട്ടിയിലധികം ആക്കി. ഇപ്പൊ നിങ്ങൾ 50 കൊടുക്കുന്നുള്ളൂ ഈ ക്ഷേമനിധി പെൻഷൻ മാറ്റിയാൽ. അപ്പൊ 34 നിന്ന് 50 ആകുന്നതും 16 നിന്ന് 34 ആകുന്നതും ഏതാ വലുതെന്നുള്ളത് കണക്ക് കൂട്ടി പറയൂ. കണക്കറിയാവുന്നവർ കണ്ടുപിടിക്കട്ടെ. ഞാൻ അത്ര പറയുന്നുള്ളൂ സാർ. 500 രൂപയുടെ ഏതാനും നോട്ടുകളുമായി ചിരിക്കുന്ന 3 വയോധികരായ അമ്മമാരുടെ ചിത്രം വലിയ ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെയും മുഖ്യമന്ത്രിയുടെയും പടത്തിന്റെ കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാർ. കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാർ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും. 1 മിനിറ്റ്, അര മിനിറ്റ് മതി. വലിയ പരസ്യ ബോർഡുകൾ ഉയർത്തിയിരുന്നു. കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ 3 500 നോട്ടുമായി 3 അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത് സാർ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ. അത് നികുതി പണത്തിൽ നിന്നാണ് നൽകുന്നത്. ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പ്രചാരണ ബോർഡുകളായി മുമ്പുള്ള LDF ഗവൺമെന്റ് പോലും വെച്ചിട്ടില്ലായിരുന്നു സാർ. എന്നാൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയെ വിറ്റ് വോട്ടാക്കുകയായിരുന്നു. അർഹമായ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമായി കൊണ്ടാടുകയായിരുന്നു സാർ. അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ? അന്ന് UDFന്റെ മന്ത്രിസഭയുടെ സമയത്ത് 2/7/2015 ജൂലൈ മാസം 2-ാം തീയതി 2015 ശ്രീ MK മുനീർ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അന്നത്തെ MLA റാന്നി MLA രാജു അബ്രഹാമിന് കൊടുത്തിട്ടുള്ള മറുപടി ഇപ്പോഴും ഉണ്ട്. അത് സഭാരേഖകളിലെ ആധികാരികമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. സാർ, വാർദ്ധക്യകാല പെൻഷൻ 8 മാസം, ജൂലൈ മാസം 2015 ആണ്. വികലാംഗ പെൻഷൻ 8 മാസം, വിധവാ പെൻഷൻ 8 മാസം, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷൻ 8 മാസം, കർഷക തൊഴിലാളി പെൻഷൻ 10 മാസം. കുടിശ്ശിക തീർക്കാൻ എന്ത് നടപടിയാണ്? കുടിശ്ശിക തീർക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സാർ. അതിനുശേഷം ഒരു 10 മാസം കൂടി ഉണ്ടായിരുന്നു ആ ഗവൺമെന്റ്. സാർ, ഈ 10 മാസം കൂടെ കഴിഞ്ഞ് ആകെ 18 മാസം ആവുമ്പോൾ ഒരു കുടിശ്ശികയും തീർത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് പെൻഷൻ കൊടുത്തില്ല. ഇതാണ് പറയുന്നത്. അസംബ്ലിയിലെ കണക്കുകളും രേഖകളും വെച്ചിട്ടാണ്. ഈ കണക്ക് വെച്ച് 18 മാസക്കാലം കൊടുത്തില്ല. പിന്നീട് വന്ന 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അതിന് ശേഷം എല്ലാം കൊടുക്കുകയും ലാസ്റ്റ് 3 മാസം വരാനുള്ള കാരണം എന്താ? ഡയറക്റ്റ് ടു ബെനിഫിഷ്യറി എന്ന് പറയുന്ന പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം അനുസരിച്ച് നമ്മൾ എല്ലാ ബാങ്കുകളിലും അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത് ഏൽപ്പിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് അത് ചെയ്യാൻ പറ്റാതെ 2 മാസം വൈകി. ഈ സംശയം നിങ്ങൾക്ക്, ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ അന്ന് ഇതൊക്കെ ചെയ്ത അബ്രഹാം സാർ ഇപ്പൊ നിങ്ങളുടെ കൂടെയാണല്ലോ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ. 3 മാസത്തിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ. പറഞ്ഞത് ഞാൻ കേട്ടു സാർ. ഈ കാര്യം സാക്ഷ്യം യഥാർത്ഥത്തിൽ അതിനുശേഷം LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്കും അറിയാം, 20,000 25,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുത്തു, അല്ലെങ്കിൽ അതിലധികം കൊടുത്തു. എനിക്കറിയുന്നതാണ്. ഞാനന്ന് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി 78,000 രൂപ വരെ കുടിശ്ശിക മേടിച്ചത് എനിക്കറിയാം സാർ. നിങ്ങൾ കൊടുത്തു തീർത്തെങ്കിൽ പിന്നെ എങ്ങനെ അത് കൊടുക്കേണ്ടി വന്നത്? അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോ, ഇത് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഈ 18 മാസക്കാലം അങ്ങ് കൊടുത്ത മറുപടി വെച്ച് തന്നെയാണ് പറയുന്നത്. അത് അന്നാ പിന്നെ ആ ഒരു കാര്യം മാത്രമല്ല സാർ. ഈ കാര്യത്തിനകത്ത് വളരെ ഈ വിഷയത്തിനപ്പുറം രാഷ്ട്രീയം പറയാനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് പ്രണയാവതാരകം പറഞ്ഞത്. രാഷ്ട്രീയം പറയേണ്ടതാണല്ലോ നമ്മുടെയൊക്കെ ചുമതല സാർ. ഈ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനും മറ്റു ചില വിധവാ പെൻഷനും ഒക്കെ നേരത്തെ ഉണ്ട് സാർ. ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന കൺസെപ്റ്റോട് കൂടി ആദ്യം ഒരു പെൻഷൻ നടപ്പിലാക്കിയത് ആരാണ് സാർ? 1980 സർ EK നായനാർ ഗവൺമെന്റ് ആണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത് സാർ. അന്ന് 2.94 ലക്ഷം തൊഴിലാളികൾക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ. പിന്നീട് അത് പരിഷ്കരിച്ചതെന്നാ സാർ 1987 നയനാർ ഗവൺമെന്റ് വന്നപ്പോൾ. ഈ പെൻഷൻ അവതരിപ്പിക്കുന്ന സമയത്ത്, ആ പറയുന്ന സമയത്ത് ഇത് പ്രത്യുൽപാദനകരമല്ല, പ്രത്യുൽപാദനം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചത് അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ. അന്നത്തെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് ശ്രീ K കരുണാകരന്റെ ഒക്കെ കാലമാണ്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ചല്ലേ ആ പ്രശ്നം സാർ. അതിനുശേഷം എല്ലാ പെൻഷനൊക്കെ സാധാരണ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അന്നായിരുന്നപ്പോൾ അതായി, അതിനടുത്ത പ്രാവശ്യം ഇരട്ടിയായി എന്നൊക്കെ പറയുന്നല്ലോ സാർ. 81 മുതൽ 87 വരെ അധികാരത്തിൽ വന്നിട്ടും കർഷക തൊഴിലാളി പെൻഷൻ നിങ്ങൾ വർദ്ധിപ്പിച്ചോ? അതിനുശേഷമുള്ള സമയം അന്നും അതിനകത്തുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ സാർ. പിന്നീട്
1995 പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടത് വർഷമാണ്. 95 NSP നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ വരുമ്പോൾ രാജ്യത്താകെ അന്ന് അധികാരത്തിൽ നിന്ന് UDF സർക്കാരായിരുന്നു. പക്ഷേ ആ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് 96 വന്ന LDF സർക്കാരായിരുന്നു. അതിനു മുമ്പ് UDF അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കണക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സർ, 2011 UDF അധികാരത്തിൽ വന്നപ്പോൾ നാമമാത്രമായിട്ട് വീണ്ടും വർദ്ധിപ്പിച്ചു. അത് 80 വയസ്സിന് മേലുള്ള ഒരു വിഭാഗത്തിന് 1200 രൂപയാക്കി. എന്നാൽ ഈ പ്രഖ്യാപനമല്ലാതെ കൊടുക്കുക എന്നുള്ള ശീലം പൊതുവെ ഇല്ലാത്തത് കൊണ്ട് വലിയ കുടിശ്ശികയായിരുന്നു. ഇതൊക്കെ കണക്കുകളുള്ള രേഖകളുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സർ, പിന്നെ അത് നേരത്തെ പറഞ്ഞ രേഖയാണല്ലോ, ശങ്കരാചാര്യയുടെ കയ്യിലുള്ള രേഖയല്ല, നേരത്തെ മുനീർ സാഹിബിന്റെ രേഖയാണ് വായിച്ചത്. മുനീർ സാഹിബ് പറഞ്ഞ കാര്യമാണല്ല, ശങ്കരാചാര്യയുടെ കയ്യിലുള്ള രേഖ വെച്ച് രാഷ്ട്രീയ പ്രസംഗം നിങ്ങൾ നടത്തുന്ന പോലെയല്ല. സർ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിയമസഭാ മറുപടി തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളുണ്ട്. സർ, 2016 ഫെബ്രുവരി 15 ബാബു പാലശ്ശേരിക്ക് കൊടുത്ത മറുപടിയിലും 1397 രൂപ കുടിശ്ശികയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർ, രണ്ട് ഗവൺമെന്റുകളും രണ്ട് വ്യത്യസ്തമായ സമീപനമാണ് രണ്ട് ഗവൺമെന്റുകളുടെയും. ഞാൻ പറഞ്ഞല്ലോ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. പക്ഷേ ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസം കൊടുക്കും. ഈ കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കും, യാതൊരു സംശയമില്ല. അത് പറഞ്ഞാൽ LDF പറഞ്ഞാൽ ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോവല്ല. സർ, പെൻഷൻ ഒറ്റയടിക്ക് 1000 രൂപയായിട്ട് ഉയർത്താൻ UDF ഓർഡർ ഇട്ടു, പക്ഷെ കൊടുത്തില്ല. ഇങ്ങനെ പിന്നീട് വന്ന LDF ആണ് ആ 1000 രൂപ കൊടുത്തത്. അവസാനം 2021 ഏപ്രിൽ ഈ ഗവൺമെന്റ് വന്ന ആദ്യത്തെ ആ ഘട്ടത്തിൽ 21 ഏപ്രിൽ മുതലാണ് 1600 ആക്കിയത്. അതും ഇപ്പൊ കൊടുത്തു വരിക. നേരത്തെ എന്റെ കണക്ക് ഞാൻ വായിച്ചു. സർ, ഈ പെൻഷന്റെ കാര്യത്തിനകത്ത് CAG റിപ്പോർട്ടിൽ ചില വിമർശനങ്ങൾ വന്നിരുന്നു, അനർഹരായവർ വാങ്ങുന്നു തുടങ്ങിയത്. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് 33.99 ലക്ഷം എന്നുള്ളത് ഇപ്പോൾ 62 ലക്ഷം പേരെ മസ്റ്ററിനകത്തുണ്ട്. മസ്റ്ററിംഗ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് കൂടുകയും കുറയും. അപ്പോൾ അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ഈ സർക്കാരിനെ പറ്റി ഇപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ കുറെ ക്ഷേമനിധികളെ പറ്റി ഇവിടെ പ്രമേയാവതാരകൻ പറഞ്ഞു. ക്ഷീര കർഷക ക്ഷേമനിധി കൊടുക്കുന്നില്ല, കുടിശ്ശിക വലിയ തോതിലാണ്, പിന്നെ വളരെ വർഷങ്ങളായിട്ട് കൊടുക്കുന്നില്ല എന്ന് കുറേ ലിസ്റ്റ്. ഇതൊക്കെ അങ്ങ് ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ലിസ്റ്റ് എടുത്തിട്ടാണോ? സർ, 16 ക്ഷേമനിധികൾക്ക് നേരിട്ട് ഗവൺമെന്റ് തന്നെയാണ് പെൻഷൻ കൊടുക്കുന്നത്. 16 ക്ഷേമനിധികൾക്ക്. ആ ക്ഷേമനിധികളിൽ ചില ചെറിയ പഠന, പിന്നെ മരണാനന്തരം ചികിത്സാ സഹായം, മരണാനന്തരമായിട്ടുള്ള കൊടുക്കുന്ന കുടുംബത്തിന് കൊടുക്കുന്ന സഹായം, ചില പഠന സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 16 ക്ഷേമനിധി, വളരെ കുറച്ച് ക്ഷേമനിധിയേ ഉള്ളൂ നേരിട്ട് കൊടുക്കുന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അങ്ങനത്തെ ഒരു ക്ഷേമനിധിയായിരുന്നു. ആ ക്ഷേമനിധിയിലെ ഫണ്ട് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് അത് കളക്ട് ചെയ്തപ്പോൾ അത് വളരെ താമസിയാതെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ആ ക്ഷേമനിധിയുടെ. പക്ഷേ പൊതുവിൽ ഈ ക്ഷേമനിധിയിൽ ഇത്രയും വലിയ, അടുത്ത ദിവസങ്ങൾ അതിന്റെ വിശദമായ കാര്യങ്ങൾ കുറേയേറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ലോ. ശ്രീ വിഷ്ണുനാഥ് ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കിട്ടാനുണ്ട് എന്നുള്ളത് എവിടുന്ന് കിട്ടുന്ന വിവരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരള കശുവണ്ടി നമ്മുടെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത് 2764 കോടി രൂപ 74 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇത്തരം സഹായങ്ങളൊക്കെ വിവിധ പെൻഷനുകൾ. ഞാനതിന്റെ വിവിധ ഡീറ്റെയിൽസ് ഇവിടെ അദ്ദേഹം പറഞ്ഞതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുത്ത് ഇവിടെ അടുത്ത ദിവസം തന്നെ ഈ ബന്ധപ്പെട്ട വകുപ്പുകളിൽ തരാം. ലേബറിന്റെ ഒക്കെ ഈ പെൻഷനൊക്കെ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിൽ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള പെൻഷനാണ്. കശുവണ്ടി മേഖലയിൽ അങ്ങേക്ക് താല്പര്യമുണ്ട്, എനിക്കും താല്പര്യമുണ്ട്. കാരണം നമ്മൾ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിൽ വലിയ തോതിൽ കശുവണ്ടി തൊഴിലാളികളുള്ളതാണ്. അവിടെ കശുവണ്ടി ക്ഷേമനിധി ബോർഡുണ്ട്. ആ ബോർഡിലെ ചില കുറച്ച് തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നതിനുള്ള ഫണ്ടില്ല. അതിന് പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം എല്ലാ ഫണ്ടും പിന്നെ പെൻഷൻ കൊടുത്തു തീർത്തത്. അത് പ്രത്യേകം അനുവദിച്ചു. ഈ ക്ഷേമനിധിയുടെ പൊതുവിലല്ല വരുന്നത്. ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ക്ഷേമനിധി പെൻഷനുകളെല്ലാം കൊടുക്കുന്നു. അതിനകത്ത് നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ ക്ഷീരം ഉൾപ്പെടെ എല്ലാ മേഖലകളെ പറ്റിയും അങ്ങ് പറഞ്ഞതിനകത്ത് അത്രയും പൂർണ്ണമായ അക്കാര്യത്തിനകത്ത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. സാർ, ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് 2 പെൻഷനുകളുടെ കാര്യം പറഞ്ഞു. ഈ 2 പെൻഷനുകളുടെ കാര്യത്തിൽ എന്താ, ഏത് പെൻഷനാണ് സർക്കാർ കുറച്ചിട്ടുള്ളത്? 2019 തോമസ് ഐസക് ഓർഡർ ഇറക്കി. ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ട്. ആ ക്ഷേമനിധിയിൽ നിന്ന് അന്ന് വരെ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്കെല്ലാം ആ പെൻഷൻ തുടരും. കൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷന് വരും. അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ തുക, 2 പെൻഷനാണ് അത് വരുമ്പോൾ, അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ തുക അങ്ങയുടെ
ഗവൺമെന്റിന്റെ കാലത്ത് 18 മാസക്കാലത്തെ ഈ പ്രശ്നമടക്കം കൊടുക്കാതിരുന്ന ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട് രേഖയിലുണ്ടായിരുന്ന പെൻഷൻ തുടരും, അത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് ഇപ്പൊ ഉത്തരം ക്ലിയർ ആയിട്ട് വരാം. അന്ന് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന 600 രൂപയാണെങ്കിൽ ആ 600 രൂപ മുഴുവൻ ആൾക്കും കൊടുക്കും, അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇപ്പൊ 1600 ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അഡീഷണൽ കൊടുക്കും. 6 മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസത്തെ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാമൂഹ്യ സുരക്ഷ പെൻഷൻ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാർ, അത് മന്ത്രിയുടെ കണക്കനുസരിച്ച് 62 ലക്ഷം, ഗവൺമെന്റ് ഉത്തരവിൽ 48 ലക്ഷം, ഇനി അതിൻ്റെ ഇടയിൽ ഒരു 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട്. അതാരാണ്? ഭിന്നശേഷിക്കാരാണ്, വിധവകളാണ്, വാർദ്ധക്യം ബാധിച്ചവരാണ്, അഗതികളാണ്, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ. ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, മരുന്ന് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സർക്കാർ 6 മാസത്തെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് വളരെ തന്ത്രപൂർവ്വം ഇപ്പോൾ ഈ മാസം മുതലെല്ലാം കൊടുത്തു തുടങ്ങിയത്. സാർ, പണ്ട് ഉത്തരവ് വരുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ 2023 ഉത്തരവ് ജൂലൈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യം അനുവദിക്കുന്നു, ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നു. ഇപ്പൊ എന്താണ്? ഇപ്പൊ മാറി ഉത്തരവ്. 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉത്തരവ് അനുവദിക്കും. ഏതു മാസത്തെ എന്ന് കൃത്യമായി ഒരു സ്ഥലത്തും പറയുന്നില്ല. സാർ, ഇപ്പൊ പറയുന്നു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ കൊടുത്തു. യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലാണ് 2023. അതായത് 6 മാസത്തെ പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന രീതിയിലാണ് ഇതുവരെ ഇറങ്ങാത്ത സർക്കാർ ഉത്തരവിന്റെ രീതിയിൽ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതു മാസത്തെയാണെന്ന് സ്പെസിഫിക് ആയി പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ ഉത്തരവുകൾ ഇറക്കാറുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമായി വളരെ കൗശലത്തോടു കൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ 1 മാസത്തെ എന്ന് പറയുന്നത്. ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ, ഞാൻ പറഞ്ഞ ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ. അപ്പോൾ കുടിശ്ശിക നൽകാതിരിക്കാനുള്ള കൗശലപൂർവമായ നീക്കമാണ് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 മാസത്തെ 900 കോടി ഉൾപ്പെടെയുള്ള 5400 കോടി രൂപ ഈ പാവങ്ങൾക്ക് കിട്ടാനുണ്ട്. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ കുടിശ്ശിക ഇല്ല എന്നിങ്ങനെ വരിക? 5 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞില്ല. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്, ആ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് 5 മാസത്തെ കുടിശ്ശിക ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നം വരൂ. 5 മാസത്തെ കുടിശ്ശിക ഉണ്ട്, 5 മാസത്തെ കുടിശ്ശികയാണുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്നത്? സർക്കാർ പെൻഷന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ ആ പെർട്ടിക്കുലർ മാസത്തിന്റെ പേര് പറഞ്ഞാണ്. ഞാനതാണ് 3 മാസത്തെ ഉത്തരവ് വായിച്ചത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. ഈ പ്രാവശ്യത്തെ ഉത്തരവ് അത് മാറി 1 മാസത്തെ. എന്നിട്ട് ഇപ്പൊ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അന്ന് ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പറഞ്ഞത്? PC വിശ്വനാഥ് ഇവിടെ പറഞ്ഞത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പറഞ്ഞു 18 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, വൈറ്റ് പേപ്പർ ഇവിടെ വായിച്ചല്ലോ, ധവളപത്രം, ഐസക്കിറക്കിയ ഔദ്യോഗിക ധവളപത്രം, ഈ സഭയുടെ ടേബിളിൽ വെച്ച ധവളപത്രം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിയന്തരമായ ബാധ്യതകൾ, അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ എത്രയാണ്? 806 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ. 806 കോടി രൂപ 3 മാസത്തേത്. അതായത് 2014 നവംബർ, ഡിസംബർ, 2015 ജനുവരി. ഇനി വേറെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഐസക് തന്നെ 2017 M സ്വരാജിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ, നിങ്ങളുടെ കഴിഞ്ഞ സർക്കാർ, ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, പെൻഷനുകൾ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. കാരണം പറയാണ്, ഡോക്ടർ MK മുനീറൂടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് കാരണം? 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ നിയമസഭയിൽ നിങ്ങളുടെ ധനകാര്യമന്ത്രി നൽകിയ ഉത്തരവാണ്. ധനകാര്യമന്ത്രി എന്നിട്ട് 18 മാസത്തേന്ന് അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഈ നിയമസഭ, ബഹുമാനപ്പെട്ട സാർ അറിയണം, ഈ സഭയിൽ ഒരു മന്ത്രി, ധനകാര്യമന്ത്രി കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്.
പിന്നെ ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 16 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അത് ഓരോ സർക്കാർ വരുമ്പോ എണ്ണം കൂടും, തുക വർദ്ധിക്കും. ഓരോ സർക്കാരിന്റെ കാലത്ത് പണ്ട് പെൻഷൻ കൊടുത്തിരുന്നത് 100 രൂപയായിരുന്നു. എന്നിട്ട് ആ കാലത്ത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് വലിയ വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് ഞങ്ങൾ തുക കൂട്ടി. അന്ന് 2011 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 16 ലക്ഷം പേർക്കേ ഉള്ളൂ. അത് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 34 ലക്ഷം പേർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കൂട്ടി. പക്ഷെ നിങ്ങൾ പെൻഷൻ ഒറ്റ പെൻഷനാക്കി. അതായത് ക്ഷേമനിധിയിലേക്ക് അംശാദായം അടച്ചിട്ടുള്ള ക്ഷേമനിധി പെൻഷനും ഇതുകൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങ് ഇപ്പൊ പറഞ്ഞു രണ്ടും തുടരുമെന്ന്. ആ ഉത്തരവ് ഞാൻ വായിക്കാം. അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഐസക്കിന്റെ ഉത്തരവ് നിങ്ങൾക്ക് കേൾക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇരട്ടിയാക്കി ഉയർത്തിയ സാഹചര്യത്തിൽ പുതിയ അപേക്ഷകനായ ഒരാൾക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് പെൻഷനോ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. രണ്ട് കേട്ടോ, ഒരാൾക്ക് ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന. എന്നിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ നിന്ന് ഒരു ധനകാര്യമന്ത്രി സംസാരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെന്റ് ഉത്തരവിനെതിരായിട്ടാ സംസാരിച്ചത്. സമാധാനത്തോടെ സംസാരിക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ രൂക്ഷമായ ക്ഷോഭത്തോടെ സംസാരിക്കുന്നു. എന്തായാലും നിലവിൽ ഇപ്പോ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള ആൾക്ക് 600 രൂപ പെൻഷൻ, ആ 600 രൂപ പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട്. പുതിയ ആളുകൾക്കാണ് ഇത് ബാധകം എന്ന നിലയിൽ ഇപ്പൊ നടക്കുന്നതാണ്. ഞാൻ വിവിധ വകുപ്പുകളിലെ കൃത്യമായ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ തരാം. അത് ഈ പറഞ്ഞ കശുവണ്ടി തൊഴിലാളി ഉൾപ്പെടെ സാധാരണ പെൻഷൻ മേടിക്കുന്ന എല്ലാവരുടെയും ഉൾപ്പെടെ അടുത്തുനിന്ന് പോകുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആ ഒരു പെൻഷനുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്ക് ക്ഷേമ പെൻഷൻ ഈ 1600 ഉള്ളൂ. അതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിന് മുമ്പുള്ളത് അതേപോലെ ആ പെൻഷൻ തുക അതേപോലെ തുടരുന്നു. ഇതാണ് തുടരുന്നത്. VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 400 രൂപ കൊടുത്തിട്ടുള്ളൂ. 400 രൂപ അതാ പറ്റുള്ളൂ. അന്നത്തെ നമ്മുടെ ഇക്കോണമി അതാണ്. നമ്മുടെ ഇക്കോണമിയുടെ സൈസ് അതാണ്. അന്നത്തെ രൂപയുടെ മൂല്യം അതാണ്. അത് പിന്നീട് 600, 1000, 900 ഒക്കെ ആക്കി ഞങ്ങളുടെ കാലത്ത് മാറ്റി. നിങ്ങൾ വന്നപ്പോ നിങ്ങളത് 1200 പിന്നെ 1600 ആക്കി. ഇപ്പൊ നിങ്ങൾ ഉറപ്പ് കൊടുത്തല്ലോ, 3 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലോ. നിങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചത് ആ ഉറപ്പ് കൊടുത്തിട്ടാ. ഞങ്ങൾ വന്നാൽ 2500 ആക്കും. എന്നിട്ടാണ് മറ്റേ അമ്മുമ്മയുടെ പാവം മുത്തശ്ശിയുടെ ഈ പൈസ കിട്ടിയപ്പോ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അത് പരസ്യമാക്കി വിശ്വനാഥ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വോട്ട് തേടിയത്. എന്നിട്ട് നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. 2500 വോട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പണമില്ല. നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല. അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും. ഇനിയും കൊടുത്തില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ ജോലിയാണ്. അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്ന് ബഹളം വെച്ചാലൊന്നും ഞങ്ങളത് പറയാതിരിക്കില്ല. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും. അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. സാർ, ഈ സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം ധനകാര്യമന്ത്രി വെറുതെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളെന്നല്ല. ഒന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല.